നാം ഇവിടെ സന്തോഷത്തോടും ക്ഷേമത്തോടും ഒക്കെ ആയിരിക്കുമ്പോഴും യുദ്ധ ഭീതി കൊണ്ട് ഭാരപ്പെടുന്ന നമ്മുടെ സമശിഷ്ടങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. പലരും അവരവരുടേതായിരിക്കുന്ന ഭവനങ്ങളൊക്കെ വിട്ട് അവരവരുടേതായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടി അവരറിയാത്തതും അവർക്ക് യാതൊരു വിധമായിരിക്കുന്ന ഗ്രാഹ്യവുമില്ലാത്തതായിരിക്കുന്ന ദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നു, ക്യാമ്പുകളിലായിരിക്കുന്നു, എവിടെ പോകേണ്ടതെന്ന് അറിയാതെ ആയിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും അത് ഹൃദയത്തിൽ നിലവുള്ളവരായി, ഓർമ്മയുള്ളവരായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അങ്ങ് ആ മുനമ്പിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമ്മളൊരു പക്ഷേ ചിന്തിക്കാം. പക്ഷേ പ്രത്യാഘാതങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം മേഖലകളെയും ബാധിക്കുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അനേകർ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, അതൊരു ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടേതായിരിക്കുന്ന ഇപ്പോഴുള്ളതായിരിക്കുന്ന ഒത്തിരി മേഖലകൾ അതിനെ ബാധിക്കും. അതുകൊണ്ട് യഹോവയ്ക്ക് ഇഷ്ടമായത്, ദൈവത്തിന് ഇഷ്ടമായത്, കർത്താവിന് ഇഷ്ടമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നാം അതിനെതിരല്ല. എന്നാൽ അതേസമയം നമ്മുടെ ദേശത്തിൻ്റെ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കാരണം അത് അവരുടെ നേഷനാണ്. നമ്മളോട് പറയുക, ഇന്ത്യക്കാരായ ദൈവകുഞ്ഞുങ്ങളെ, ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ലോർഡ്. അതാ കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, സാഹചര്യപരമായിരിക്കുന്ന തിരിച്ചറിവെന്ന് പറയുന്നത്. നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. 31-ാമത്തെ സങ്കീർത്തനം ഒരു ശരണം പ്രാപിക്കുന്നവൻ്റെ സങ്കീർത്തനമാണ്. സ്തോത്രം. ചിലയിടങ്ങളിൽ യുദ്ധ സമയത്ത് ശരണം പ്രാപിക്കുന്ന അനുഭവങ്ങൾ അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ യുദ്ധ സമാനമായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ നോക്കി അവൻ വിളിച്ചു പറയുക, കർത്താവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. പ്രിയമുള്ള ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഒരു കാര്യം പറയാൻ സാധിക്കണം, ദൈവമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. 57-ാമത്തെ സങ്കീർത്തനത്തിൽ വരുമ്പോൾ ഇതേ സങ്കീർത്തനക്കാരൻ ദാവീദ് വിളിച്ചു പറയുക, ദൈവമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നമ്മൾ അശരണരല്ല, നമ്മൾ ആശ്രയമില്ലാത്തവരല്ല, നാം കരുതുവാൻ ആളില്ലാത്തവരല്ല. നമുക്ക് ആശ്രയമായി, നമുക്ക് ശരണം പ്രാപിക്കത്തക്ക ഒരു സങ്കേത കേന്ദ്രം ഒരു ദൈവ പൈതലിനുണ്ട്. ഹല്ലേലൂയ. ഇത് നമുക്ക് ഈ വാക്യം തരുന്ന പ്രത്യാശയാ. നമ്മൾ ആരും അശരണരല്ല പ്രിയമുള്ളവരെ. കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നത് നമ്മൾ ഓർക്കുന്നില്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നാണ് പറയുന്നത്, അല്ലേ? സ്തോത്രം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു കർത്താവ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത്. സ്തോത്രം. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇമ്മാനുവേലാണോ? അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വ്യക്തിപരമായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ പലപ്പോഴും ഇതൊരു റിലീജിയസ് മാറ്ററായിട്ട് തീരാറുണ്ടോ? ഒരു മത ആചാരമായി തീരാറുണ്ടോ? സ്തോത്രം. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ഒത്തിരി ക്രീഡുകൾ ഉണ്ടായിരുന്നു, അവർക്ക് ഒത്തിരി വിശ്വാസ പ്രമാണങ്ങളുടെ ഏറ്റുപറച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവർ പറയുമായിരുന്നു, ഗിദെയോൻ പറയുന്നു, ഓർക്കുന്നില്ലേ, ഇങ്ങനൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ
വരുമായിരുന്നു. അപ്പോൾ വിശ്വാസത്തോട് അനുബന്ധിച്ച് വരുമ്പോൾ, ജീവിതാനുഭവത്തോടനുബന്ധിച്ച് വരുമ്പോൾ, ഈ ദൈവത്തെ അനുഭവിച്ചറിയാൻ കഴിയാത്ത ഒരു ജനതയായി ഇസ്രായേൽ തരം താണു പോയതാണ് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നമായി തീർന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹമായിരിക്കുന്ന നമ്മൾ, കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും പഠിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ, അനുദിന ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ പോകുന്നെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല പ്രിയമുള്ളവരെ. സങ്കീർത്തനക്കാരൻ പറയാ, കർത്താവേ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. സ്തോത്രം. യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് പറയാം, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത്. ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. അത് പലപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട് കർത്താവേ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, എന്നെ ലജ്ജിപ്പിക്കരുത്. സത്യമാ, സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. താൻ കടന്നു പോകുന്നതായിരിക്കുന്ന പശ്ചാത്തലം നോക്കിയാൽ താൻ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള പ്രാർത്ഥന ലജ്ജിച്ചു പോകരുതേ എന്നുള്ളത് ദൈവത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ധൈര്യമില്ലായ്മയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവൻ 19-ാമത്തെ വാക്യത്തിൽ പറയത്തില്ല. 19-ാമത്തെ വാക്യത്തിൽ അവൻ പറയുക, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാൻകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ ദയ, നിന്റെ നന്മ എത്ര വലിയതാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ, പാസ്റ്റ് ടെൻസിൽ പറയുന്നതാ, ഭൂതകാലത്തെ കുറിച്ച് പറയുന്നതാ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിൽ ആശ്രയിച്ചവർക്ക് വേണ്ടി നീ മനുഷ്യപുത്രന്മാരുടെ കാണുക, മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുൻപാകെ നിന്നിൽ ആശ്രയിച്ചവർക്ക് വേണ്ടി നീ പ്രവർത്തിച്ച നിന്റെ നന്മ എത്ര വലിയതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നത് ദൈവമേ അങ്ങിലുള്ള പൂർണ്ണ ധൈര്യത്തിൽ നിന്നാ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മുടെ പൂർണ്ണ ധൈര്യത്തിൽ നിന്നായിരിക്കണം. വിശ്വാസം ഉണ്ടാകണം. സ്തോത്രം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞതുപോലെ അവൻ ഞങ്ങളെ വിടുവിക്കും. അത് പറഞ്ഞിട്ടാണ് അടുത്തത് പറയുന്നത്. അവർക്ക് കോൺഫിഡൻ്റ്, അവർ വളരെ ധൈര്യപൂർവ്വമാണ്, അവർ വളരെ ഉറപ്പോടെ പറയുന്നത്. എന്താ? ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ വിടുവിക്കും. രാജാവേ നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. നീ എത്ര വലിയ ശിക്ഷ തന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി ഒരു പക്ഷേ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ അവനെ മാത്രമേ സേവിക്കുകയുള്ളൂ. കാരണം ഞങ്ങൾ ഈ കാലം വരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും രുചിച്ചറിഞ്ഞ സത്യമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ധൈര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആ പ്രത്യാശയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആശ്രയബോധമുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ കർത്താവ് ഒരിക്കലും പുസ്തകത്താളുകളിലോ പ്രസംഗവാചകങ്ങളിലോ കേട്ട ഒരു കേട്ടുകേൾവിയുടെ ദൈവമായി തീരരുത്. ഈ ധൈര്യത്തോടെ അടുത്ത് ചെല്ലത്തക്കവണ്ണം വ്യക്തി ജീവിതത്തിൽ അടുത്തിരിക്കുന്ന ഒരു ദൈവമായി ഇവനെ നാം കൊണ്ടു നടക്കണം. നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് സംവദിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന, അവൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകളായി നമ്മൾ തീരണം. അങ്ങനെയല്ലേ വചനം പറയുന്നത്? കർത്താവ് പറയുക, ഞാൻ നല്ല ഇടയനാ, എൻ്റെ ആടുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ കേൾക്കണം. സ്തോത്രം. മുമ്പോട്ട് പോകുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് ചില വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 2 ശമൂവേൽ 22:31. 2 ശമൂവേൽ 22:31. അടുത്ത ഒരാൾ എടുത്തു വയ്ക്കണമേ. 5-ാം സങ്കീർത്തനം 11-ാം വാക്യം. സ്തോത്രം. നോക്കുക, തന്നെ ശരണമാക്കുന്നവർക്ക് ദൈവം എന്താ? ഒരു പരിചയ. സ്തോത്രം. പ്രിയമുള്ളവരെ, പരിചയം എന്താ? ശത്രുവിൻ്റെ ആയുധങ്ങൾ നമുക്കെതിരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ നമ്മുടെ സാധാരണ ശരീരത്തിന് അതിനെ തടുക്കാൻ കഴിയത്തില്ല. അവ നമ്മുടെ ശരീരത്തിൽ കുത്തിത്തുളച്ച് മുറിവുകൾ ഉണ്ടാക്കി നമ്മെ മരണത്തിലേക്ക് തള്ളിവിടത്തേ ഉള്ളൂ. പക്ഷേ അവൻ നമുക്ക് മുൻപായി പരിചയമായി വന്ന് സകല തീയമ്പുകളെയും തകർത്ത് കളയുന്ന സംരക്ഷണ കവചമായി വർത്തിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നാം ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ, നാം ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നെങ്കിൽ, നാം ദൈവത്തിൽ നമ്മുടെ മറവിടം കണ്ടെത്തുന്നെങ്കിൽ, നമ്മൾ പാടിയതുപോലെ മറവിടമായി എനിക്ക് യേശുവുണ്ട്, നമ്മുടെ കർത്താവായ യേശുവിൽ നമ്മുടെ മറവിടം നാം കണ്ടെത്തുന്നെങ്കിൽ ശത്രുവിൻ്റെ സകല തീയമ്പുകളിൽ നിന്നും അവൻ നമ്മെ സൂക്ഷിക്കും.
എത്ര വലുതുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ അണുബോംബുകളായിക്കൊള്ളട്ടെ. സ്തോത്രം. ഇന്ന് കാലം വളർന്നു, ടെക്നോളജി വളർന്നു. പഴയ പോലെ അമ്പും വില്ലും വാളുമൊന്നുമല്ല. സ്തോത്രം. അതിൻ്റെ അപ്പുറത്തുള്ള ആയുധ ശേഖരങ്ങൾ ഓരോ രാജ്യങ്ങളും കൂട്ടിവെക്കുമ്പോൾ സ്തോത്രം, അതിൽ നിന്നാകട്ടെ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാകട്ടെ, നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവനിൽ നാം ശരണം പ്രാപിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. 5:11 സങ്കീർത്തനം 5:11. അടുത്ത ആൾ എടുത്തു വെച്ചോ 42:17 യെശയ്യാവ്. നോക്കുക, അവനെ ശരണം പ്രാപിക്കുന്നവർക്കുള്ള അടുത്ത അനുഗ്രഹമാണ് അവർ സന്തോഷിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ, സ്തോത്രം, നീറിപ്പുകയുന്ന അനുഭവങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ സന്തോഷിച്ചാർക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലേ? നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലേ? നാം എന്ത് ചെയ്യണം? ഹലോ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ, ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിലൊന്ന് ശരണം പ്രാപിക്കാം. നമ്മുടെ സന്തോഷമില്ലാത്ത അനുഭവങ്ങളിൽ സന്തോഷം പകരുവാൻ, നമ്മുടെ നിരാശകളുടെ മധ്യത്തിൽ നമുക്ക് ആനന്ദം പകരുവാൻ, നമുക്ക് പ്രത്യാശ പകരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. അടുത്തത് 42:17 യെശയ്യാവ്. അടുത്തൊരാൾ എടുത്തു വെക്കണം. സദൃശവാക്യങ്ങൾ 11:28. ചില ദൈവവചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് യെശയ്യാവ് 42:17 ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താതെ മുമ്പോട്ട് പോകാൻ തരമില്ല. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളിൽ ഓരോന്നിനെ ആശ്രയിക്കുന്നവരാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡെയിലി ലിവിങ്ങിന്, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലിയെ ആശ്രയിക്കും. അതിന് നമുക്കൊരു എംപ്ലോയർ വേണം, നമുക്കൊരു ജോലി തരുന്ന ആൾ വേണം, ഒരു ജോലി സ്ഥലം വേണം. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടെക്സ്റ്റൈൽസുകാരനെ ആശ്രയിക്കും. സ്തോത്രം. അങ്ങനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നവരാ? നമ്മൾ ഓരോരുത്തരെ ആശ്രയിക്കുന്നവരാ. സ്തോത്രം. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനെ ഇങ്ങനെ ഒരു സോഷ്യൽ ജീവിയായിട്ടാണ്, ഒരു സോഷ്യൽ ആനിമൽ എന്ന നോർമൽ ബയോളജി ടൈമിൽ നമ്മളതിനെ പറയുന്നത്, ഒരു സോഷ്യൽ ആനിമലായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, വിത്ത് പ്രത്യേകതകളോടുകൂടെ. തൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സോഷ്യൽ സ്ട്രക്ചറുണ്ട്, ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കും, എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊക്കെ വെറും വാചകോടി മാത്രമേ ഉള്ളൂ. ആർക്കും പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ ഈ ആശ്രയങ്ങൾക്കെല്ലാം മുകളിൽ നമുക്ക് ആരെ കാണാൻ കഴിയണം? കർത്താവിനെ കാണാൻ കഴിയണം. സ്തോത്രം. സമ്പത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, സ്വയത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്നവരുണ്ട്, തങ്ങളുടെ സ്ഥാനമാനങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്. ഇവിടെ പറയുകയാണ്, സ്തോത്രം, വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ, അന്യദേവന്മാരിൽ ആശ്രയിക്കുന്നവർ, അവർക്ക് എന്തു സംഭവിക്കും? അവർ ലജ്ജിച്ചു പോകും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത് പ്രിയമുള്ളവരെ. പല തോണികളിൽ കാലുവെക്കരുത്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ വളരെ ശക്തമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവ കുഞ്ഞുങ്ങൾ പല തോണിയിൽ കാലുവെക്കരുത്. അത് നമുക്ക് അപകടമാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 6:4 നാം കാണുന്ന പോലെ നമുക്കൊരുവൻ തന്നെയായിരിക്കണം ദൈവം, നമുക്കൊരുവൻ തന്നെയായിരിക്കണം പിതാവ്, നാം ഒരുവനെ മാത്രമേ സേവിക്കാവൂ. സ്തോത്രം. 100-ാം സങ്കീർത്തനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, അവർ എൻ്റെ ജനം, ഞാൻ അവരുടെ ദൈവം. സ്തോത്രം. പലതിലേക്ക് പോകരുത്. ചേർച്ചയല്ലാത്തതിനോട് ദൈവ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യരുത്? ഇണയില്ലാ പിണ കൂടരുത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രത്യാഘാതങ്ങൾ അത് ഉളവാക്കും. അതുകൊണ്ട് നമ്മുടെ ആശ്രയം, നമ്മുടെ ആലംബം, നാം പിന്തുടരുന്നത് എപ്പോഴും നമ്മുടെ കർത്താവിനെ മാത്രമായിരിക്കണം. കാരണം നമ്മുടെ യാത്ര ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. അതും കൂടെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഒരു പക്ഷേ പലതും
നമുക്ക് ഈ ഭൂമിയിൽ സമാധാനപരവും സന്തോഷകരവും ശാന്തമായൊക്കെ തോന്നിയെന്നിരിക്കാം. പക്ഷേ നിത്യതയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്കുണ്ടല്ലോ, അത് നിശ്ചയമായിട്ടും നമ്മെ തകർത്ത് കളയും. ഇന്നലെ ഒരു മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ചെറിയ തോതിൽ ദൈവ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, അപ്പുറത്ത് പോയി ഇവിടെ വന്ന് പറഞ്ഞവരാരും ഇല്ലല്ലോ, അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. പക്ഷെ അപ്പോൾ ദൈവാത്മാവ് ഹൃദയത്തിൽ തന്നൊരു വാക്യമുണ്ട്, സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ ദൈവം എന്തു വെച്ചിട്ടുണ്ട്? നിത്യതയെക്കുറിച്ചുള്ളൊരു ചിന്ത വെച്ചിട്ടുണ്ട്. സ്തോത്രം. അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ സൃഷ്ടിയിൽ തന്നെ നിത്യത എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ വളരെ ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിത്യത എന്നുള്ള ഒരു തത്വത്തെ. സ്തോത്രം. അതുകൊണ്ട് നിത്യതയില്ലെന്നൊന്നും ആരും പറഞ്ഞു പോയേക്കരുത്. നിത്യതയ്ക്ക് വിരോധമായ രീതിയിൽ നാം പ്രവർത്തിക്കരുത്. നമ്മുടെ നിത്യതയെ ക്രിസ്തുവിൽ ഭദ്രപ്പെടുത്തുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയമുള്ളവരായിരിക്കണം. ദൈവത്തിൽ മാത്രം ആശ്രയമുള്ളവരായിരിക്കണം. പല തോണികളിൽ കാൽ വയ്ക്കുവാൻ, പല തോണികളിൽ നിൽക്കുവാൻ നാം പോകരുത്. സ്തോത്രം. ഒരേ തോണിയിൽ കർത്താവ് പറയുക, യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാ. വഴി അവനേ ഉള്ളൂ, സത്യം അവനേ ഉള്ളൂ, ജീവനും അവനേ ഉള്ളൂ. പലതിൻ്റെ പുറകെ പോകരുത്. പലതിൻ്റെ പുറകെ നടക്കുന്നവരുമായിട്ട് നമുക്ക് അധിക സംസർഗം ഉണ്ടാകരുത്. ഈ സങ്കീർത്തനത്തിൽ അങ്ങനൊരു വാക്യം കൂടെയുണ്ട്, വായിക്കണ്ട എന്ന് ഞാൻ കരുതിയതാ, എന്നാലും ഞാനതൊന്ന് വായിച്ച് മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. 6-ാമത്തെ വാക്യം 31:6. വേഗത്തിലൊന്ന് വായിച്ചേ, വേഗം വായിച്ചേ, സമയം മുമ്പോട്ട് പോകുന്നു. കണ്ടോ, ചിലതൊക്കെ നമ്മൾ പകയ്ക്കണം. ചിലതിനോടൊക്കെ നമുക്ക് എന്തുണ്ടാകണം? അകലം ഉണ്ടാകണം. സ്തോത്രം. ഇതല്പം വർജനത്തിൻ്റെ സുവിശേഷമാണ്. ചിലതിനോട് നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് വർജനമുണ്ടാകണം. എല്ലാത്തിനെയും കയറ്റി തോളെ വെക്കരുത്, എല്ലാത്തിനെയും കയറ്റി ഹൃദയത്തിൽ വയ്ക്കരുത്. സ്തോത്രം. നമ്മളോട് ചേർന്ന് പറ്റാകുന്നവ മാത്രമേ നമുക്കാകാവുള്ളൂ. ദൈവത്തിൽ ആശ്രയമുള്ളവരായിരിക്കാം. 11:28 പറയുക, ഞാൻ തന്നെ പറഞ്ഞു പോകുക. സദൃശവാക്യം 11:28, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീട് പോകും. സമ്പത്ത് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീഴുമെന്ന് എഴുതിയേക്കുന്നത്. ദേ വിൽ ഫോൾ എന്ന് എഴുതിയേക്കുന്നത്. നമ്മുടെ സമ്പത്തിലും ധനസമൃദ്ധിയിലും നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയമുള്ളവരായിരിക്കണം. പൊതുവിൽ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉടനെ പോയിട്ട് അവർ മിസ്രൈമ്യരോട് ഒരു ലോഹ്യം കൂടും. എന്താണെന്നറിയാമോ? 31:1 യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ കുതിരയും അവരുടെ രഥങ്ങളും ഒക്കെ വളരെ ശക്തമാണ്. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ദൈവിക കാര്യങ്ങളും ദൈവിക സംബന്ധമൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശക്തന്മാരായ ചിലരുടെ അടുക്കൽ ചെന്ന് അഭയം പ്രാപിക്കും. പലപ്പോഴും അത് നമുക്ക് കെണിയായിത്തീരും. മറന്നു പോകരുത്. സ്തോത്രം. മാനുഷികമായ ശക്തന്മാരുടെ അടുക്കലല്ല, ദൈവിക കാര്യങ്ങളിൽ നാം ആശ്രയം പ്രാപിക്കുമെങ്കിൽ സ്തോത്രം, ദൈവം നമ്മെ അനുഗ്രഹിക്കും. 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഓടി വരിക. 19-ാമത്തെ വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. സ്തോത്രം. അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ കൺക്ലൂഷനിലേക്ക് വരിക. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രിയമുള്ള ദൈവ കുഞ്ഞുങ്ങളെ, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തെ ശരണം പ്രാപിക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. കണ്ടോ, നമ്മൾ വായിച്ചതല്ലേ, ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചത്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എനിക്കൊന്നും ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ശൂന്യതകളുടെ നടുവിൽ നമുക്ക് പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചതിനെ കാണാൻ കഴിയാതെ പോകാറുണ്ട്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചതിന് അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുകയാ, നീ എനിക്കുള്ള ഓഹരിയെ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉള്ളതിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ചിലതിനെ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്.
മറ്റാരും നമുക്ക് വേണ്ടി ഒന്നും സംഗ്രഹിച്ചു വെച്ചില്ലെങ്കിലും, നമുക്ക് വേണ്ടി ഒന്നും ചേർത്ത് വെച്ചില്ലെങ്കിലും, നമ്മുടെ പിതാക്കന്മാർക്ക് സ്തോത്രം നമുക്ക് വേണ്ടി ചേർത്ത് വെക്കുവാൻ സമ്പത്തില്ലാതെ പോയെങ്കിലും, ഞാൻ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു പിതാവുണ്ട്. നാം അവനെ ആശ്രയം വെച്ചുകൊള്ളണം. സ്തോത്രം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതാണ്. ചിലർക്കൊക്കെ എന്തുണ്ട്? പിതാക്കന്മാർക്ക് സമ്പത്തുണ്ട്, ചിലർക്ക് വസ്തുവകകളുണ്ട്, പക്ഷെ ചിലർക്ക് എന്തില്ല? ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുക, അയ്യോ ഞങ്ങൾ തെരുവിലാണല്ലോ, ഞങ്ങൾ അനാഥരാണല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് ശൂന്യമാണല്ലോ. പക്ഷെ പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ഒരു പിതാവുണ്ട്, ഒരു നിത്യ പിതാവുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്. എന്ത് ചെയ്യണം? പേരിന് വേണ്ടിയല്ല, അനുഭവത്തിൽ ദൈവത്തെ ആശ്രയിക്കണം. ആ അനുഭവത്തിൽ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കണം. കർത്താവിനോട് പറയണം. ഒരു പാട്ട് പാടാനിരുന്നതാ, പക്ഷെ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് സ്തോത്രം ആ പാട്ട് പാടാതിരുന്ന, നിന്റെ മാറോട് ഞാൻ ചേരട്ടപ്പാ, നീയാണ് എൻ്റെ പിതാവ്, നീയാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ അകന്നാലും എന്നെ കൈവിടാത്ത സ്നേഹം, സ്തോത്രം, എന്നെ അടുത്ത് ചേർത്ത് നിർത്തുന്ന സ്നേഹം, അങ്ങനൊരു പിതാവാണെന്ന് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. എത്ര പേര് ഇതൊന്ന് ജീവിതത്തിൽ അനുഭവിച്ചത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, യേശു അപ്പച്ചൻ്റെ കൂടെ നടക്കണം. സ്തോത്രം. യേശു അപ്പച്ചൻ നമ്മുടെ കൈ പിടിക്കും. യേശു അപ്പച്ചൻ നമ്മെ തോളിൽ കൈയിട്ട് ഒരു സഹോദരൻ ചേർത്ത് നിർത്തുന്നത് പോലെ, ഒരു സ്നേഹിതൻ ചേർത്ത് നിർത്തുന്നത് പോലെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു പിതാവാണെന്ന്, സ്തോത്രം, ഒരു അപ്പനാണെന്ന് പഠിപ്പിച്ച കാലങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായിട്ടുണ്ടെന്നറിയാമോ? ജീവിതത്തിൽ നിരാശകളേറുമ്പോൾ, ജീവിതത്തിൽ വേദനകളേറുമ്പോൾ, ആ പൊന്നുസന്നിധാനത്തെങ്കിലേക്ക് ചെന്ന് കണ്ണുനീരോടെ രണ്ട് വാക്കുരുവിടുമ്പോൾ, സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്നേഹം ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ യൗവന തലമുറകളെ, നിങ്ങളോട് ഞാൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു യേശുവുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ നീ ഒന്ന് ആശ്രയം വെച്ചാൽ അവൻ നിന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് ആമേൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്നുള്ളത് നീ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ അവനോട് ചിലവിടുന്ന സമയങ്ങളെ വർദ്ധിപ്പിക്കണം. ഹി ഈസ് എ ലിവിങ് ഗോഡ്. അവൻ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജീവനില്ലാത്തവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ജീവനുള്ളവന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അവന് നിന്റെ കണ്ണീരൊപ്പാൻ കഴിയും. അവൻ ചിലപ്പോൾ നിന്റെ കൂടെ കരയും. പലപ്പോഴും തോന്നിയിട്ടില്ലേ, എൻ്റെ സങ്കടത്തിൽ എൻ്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാൻ ആരും ഉണ്ടായിട്ടില്ലെന്ന്? ഹൗ ഓഫൻ, എത്ര പ്രാവശ്യം എൻ്റെ സങ്കടം തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അതേസമയം ഒരാൾ നമ്മുടെ കൂടെ ഇരുന്ന് ആ സങ്കടം കേട്ട് അവരുടെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വന്നാൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ അമ്മച്ചി, ആ അപ്പച്ചൻ എൻ്റെ കൂടെ എൻ്റെ സങ്കടം മനസ്സിലാക്കിയെന്ന്. അതുപോലത്തെ ഒരു അപ്പനാണ് നമുക്കുള്ളേ. നിങ്ങൾ വിചാരിക്കരുത് ഇതേതാണ്ട് അങ്ങ് മേളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ഒരു വലിയ ഗ്ലോറി മാത്രമാണ്, അവന് നമുക്കുമായിട്ട് ഒരു കാര്യമില്ലെന്ന് കരുതരുത്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അവൻ സിംഹാസനസ്ഥനായിരിക്കുന്ന മഹിമയുള്ള പിതാവാ. എന്നാൽ അതേ സമയം നമ്മുടെ അടുത്ത് ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആമേൻ ഒരു ആശ്വാസകനും കൂടെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേര് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുക, അപ്പാ ഞാൻ അങ്ങേ ആശ്രയിക്കും, ഞാൻ അവിടുത്തെ സന്നിധിയിൽ വരും. സ്തോത്രം. അടുത്ത് പറയുകയാണ്, മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ച നന്മ. സ്തോത്രം. അവൻ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മെ അനുഗ്രഹിക്കും. പലർക്കും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാൻ മടി കാണും. പക്ഷെ ദൈവം അങ്ങനെയല്ല. അവൻ പറയുക, അവൻ നമുക്ക് ചില നന്മകളെ തരുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച്. അത് നമുക്ക് കോളർ വെക്കാനൊന്നുമല്ല കേട്ടോ, പക്ഷെ നമുക്കൊരിക്കൽ കൂടെ നന്ദി പറയാൻ, ഒരിക്കൽ കൂടെ ആ സ്നേഹം ഒന്ന് അനുഭവിക്കാം. നിങ്ങളൊക്കെ എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, മറ്റൊരാളുടെ മുമ്പിൽ വെച്ചൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനൊരു സന്തോഷമാണ് അല്ലേ? അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് നല്ലപോലെ പെർഫോം ചെയ്യുന്നവരെ നമ്മുടെ ആനുവൽ ഡേക്കോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിനോ ഒക്കെ വിളിച്ച് എന്ത് ചെയ്യും, സ്റ്റേജിൽ വിളിച്ച് അനുമോദിക്കണം. അല്ലാതെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുമോ, ഇന്നാ മെഡല് കൊടുക്കോ? അങ്ങനെയാണോ? അല്ല, മുമ്പിൽ വിളിച്ച് ആദരിക്കുന്നേ. ഇതുപോലെ നമ്മെ ആദരിക്കുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഇതുപോലെ നമ്മെ ആദരിക്കുന്ന ഒരു അപ്പൻ.
ഹല്ലേലൂയ. ആരൊക്കെ നമ്മുടെ പ്രയത്നങ്ങളെ കാണാതെ പോയാലും കണ്ടില്ലെന്ന് നടിച്ചാലും നമ്മെ ഇതുപോലെ വിളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആദരിക്കുന്ന, നമ്മെ ഹല്ലേലൂയ അഭിഷേകം ചെയ്യുന്ന ഒരപ്പനുണ്ടെന്ന് മറന്നു പോകരുത്. ആ അപ്പനിൽ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുവാൻ പ്രിയ ദൈവ പൈതലേ, നീ തയ്യാറായി തീരുമോ? ഓടി വായിച്ച് മാത്രം പോകുക, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കെതിരെ ഏതവൻ കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കിയാലും ആ കൂട്ടുകെട്ടുകളിൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗൂഢാലോചനകളിൽ നമ്മളെ വിടുവിക്കുന്നവൻ. സ്തോത്രം. അവരുടെ എല്ലാവിധ 57-ാമത്തെ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ നാവ് എനിക്കെതിരെ വക്രത വകഞ്ഞുണ്ടാക്കുമ്പോൾ, സ്തോത്രം, അതിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ്. അത് ജോലി സ്ഥലത്തായിരിക്കാം, ഭവനാന്തരീക്ഷങ്ങളിലായിരിക്കാം, ബന്ധുക്കളുടെ ഇടയിലായിരിക്കാം, സഭയ്ക്കകത്തായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, അയൽവക്കങ്ങളിലായിരിക്കാം. നമുക്കെതിരെയുള്ള കൂട്ടുകെട്ടുകളിൽ നമ്മുടെ പക്ഷം നിൽക്കുന്ന ബലഹീനന്റെ പക്ഷം നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ് നാം അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ, അടുത്ത് പറയുകയാണ്, സ്തോത്രം, നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. അവരെ വിടുവിക്കുക മാത്രമല്ല, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മനോഹാരിതയിൽ നമ്മെ മറയ്ക്കുന്ന ഒരു കർത്താവ് യഹോവ അടുത്ത് പറയുക, നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. നമുക്ക് വേണ്ടി ഒരു കൂടാരം ഒരുക്കുന്ന, നമ്മെ തൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന ഒരു കർത്താവ്. 23-ാമത്തെ വാക്യത്തിലേക്ക് ഓടി വരികയാ, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. ഒരാഹ്വാനമാ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരോട് പറയുന്ന ഒരാഹ്വാനമാ. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. എനിക്കിന്ന് പകൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിളിച്ചു പറയുവാനുള്ള ഇതാ, ദൈവത്തെ എന്ത് ചെയ്യണം പറഞ്ഞേ? ദൈവത്തെ സ്നേഹിക്കണം. യോഹന്നാൻ 7 പറയുക, അവനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ്റെ കൽപ്പനകളെ കാത്തു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് പറയുന്നവൻ എന്ത് ചെയ്യും? അടുത്ത നെക്സ്റ്റ് ലെവലാ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അവനെ പോലെ നടക്കണം. ആരെ പോലെയാ? യേശുവിനെ പോലെ. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര കോളിംഗ് ആണ് കേട്ടോ. ഇതൊരു സിമ്പിൾ കോളിംഗ് അല്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കൊടുക്കാം, ദൈവത്തെ സ്നേഹിക്കാം. സ്നേഹിക്കുന്നവരെന്ത് ചെയ്യണം? ഒന്നും കൂടെ പറഞ്ഞേ, അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ നടന്നതുപോലെ നടക്കണം. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിൽ കൊടുക്കാം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. ശ്രദ്ധിക്കണേ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന തൻ്റെ വിശ്വസ്തന്മാരെ കാക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. അടുത്ത് പറയുകയാണ്, അഹങ്കാരം പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഉറപ്പില്ലാത്ത ഹൃദയത്തോടെ, സ്തോത്രം, ഹൃദയത്തിൽ ചഞ്ചലചിത്തരായിട്ട്, സ്തോത്രം, പല വിഷയങ്ങളെക്കുറിച്ചുള്ള ആകുലങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താ? നിങ്ങൾ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവനിൽ പ്രത്യാശ വയ്ക്കുന്നവർ, മറ്റൊരു ഭാഗത്ത് പറയുക, ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയിൽ പ്രത്യാശ വെച്ച ഒരുത്തനും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ഈ ധൈര്യമുള്ള പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കാം, കർത്താവിൽ മാത്രം ആശ്രയമുള്ളവരായിരിക്കാം, അവനെ സ്നേഹിക്കുന്നവരായിരിക്കാം, അവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.